നമുക്ക് ഈ കിച്ചണിലൊക്കെ നോർമലി അധികം യൂസ് ചെയ്യുന്നത് ലേഡീസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇടക്ക് ബാസ്ക്കറ്റൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഇത് അഴിക്കാൻ അറിയില്ല എന്നുള്ള പ്രോബ്ലംസ് ഒരുപാട് ആളുകൾ പറയാണ്. അപ്പോൾ നമുക്ക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടെലിസ്കോപ്പിക് സ്ലൈഡർ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയണമെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് പറയുന്നത് നമുക്ക് ഡ്രോ സെറ്റ് ചെയ്യാനും ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷനാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത്. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ചെയ്യുമ്പോൾ ബാസ്ക്കറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് ഔട്ടർ ഫ്രെയിമിൽ ഇത് പിടിക്കുക. ബെയറിംഗ് ഉള്ള പോർഷനിൽ ഔട്ടർ ഫ്രെയിം പിടിപ്പിക്കുക. ഈ പ്ലെയിൻ ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് ഡ്രോവുമേ ബാസ്ക്കറ്റുമൊക്കെ പിടിപ്പിക്കുക. അപ്പോൾ ഇത് ബാസ്ക്കറ്റ് പിടിപ്പിച്ച ഇതിപ്പോൾ ഒരു ഡ്രോ സെറ്റ് ചെയ്തേക്കാണ്. വളരെ സിമ്പിളായിട്ട് പോകണം കണ്ടോ. പിന്നെ നമ്മൾ സ്ലൈഡർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുക. ഈ സ്ലൈഡർ ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് അറിയാൻ പറ്റും. അത്യാവശ്യം ഇതിൻ്റെ വീതി 45 mm ഉണ്ടാകുന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ ലോഡിങ് കപ്പാസിറ്റി നമ്മൾ ചോദിച്ച് ഷോപ്പിൽ അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിക്കുക. പ്രമുഖ ബ്രാൻഡുകളുടെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് കുറച്ച് നല്ല ബെയറിങ് ആയിരിക്കുള്ളൂ. ഇത് ബെയറിങ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബെയറിങ്ങിൻ്റെ സ്മൂത്ത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് കറക്റ്റ് വാങ്ങിക്കുക. പിന്നെ ഇതൊരു 6 മാസമെങ്കിലും ഉള്ളപ്പോൾ ആകുമ്പോൾ 6 മാസമെങ്കിലും കഴിയുമ്പോൾ ഇത് നമുക്കിടക്ക് ഇത് ഡീസലിൽ എന്തെങ്കിലും വാഷ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ബെയറിങ്ങിൻ്റെ ഗ്രീസ് ഉപയോഗിച്ചാൽ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇയർലി 1 ടൈമെങ്കിലും അത് ചെയ്യണം നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ ബാസ്ക്കറ്റ് എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈഫ് കൂടുതലായിട്ട് ഇതിലിപ്പോൾ ഈ അഴുക്കുകളൊക്കെ കയറി ഇതിൽ ടൈറ്റ് ആകുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. അഴുക്കുകളൊക്കെ എന്ന് വെച്ചാൽ കിച്ചണിലാകുമ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ അഴുക്ക് കയറി ഇതിൻ്റെ അകത്തിരിക്കുകയാണ് ഇതിൽ ശരിക്കും ടൈറ്റ് ആവണം. അപ്പം നമുക്ക് എപ്പോഴും സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും. പ്രമുഖ ബ്രാൻഡുകളുടെ ആണെങ്കിൽ ഈ ബെയറിംഗ് ഒക്കെ നല്ലതായിരിക്കും. ബെയറിങ്ങിന് തേയ്മാനമൊക്കെ കുറവായിരിക്കുള്ളൂ. ലോക്കൽ ബ്രാൻഡുകളുടെ ആണെങ്കിൽ ബെയറിംഗ് മോശമായിരിക്കുള്ളൂ. അപ്പോൾ ബെയറിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ മറ്റേ ഉള്ളിലെ പോർഷനിൽ ബെയറിംഗ് ഉണ്ടാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ബെയറിംഗ് അത് കറക്റ്റ് അല്ല. ഇതിലൊരു PVC-യുടെ സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിൻ്റെ അകത്ത് ഇന്നർ പീസിലും ബെയറിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ബെയറിംഗ് ഉണ്ട്, ഇവിടെ ബെയറിംഗ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ബെയറിംഗ്. ഇതിലാണ് മെയിനായിട്ട് നമ്മൾ സ്ലോട്ടിൽ കൂടെ പോകുന്നത്. ഇതിലിപ്പോൾ അടുത്തടുത്ത ബെയറിംഗ് ആയിരിക്കും ഉണ്ടാകും. ഇപ്പോൾ 2 വെച്ചിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16. ഇപ്പോൾ 20 ഇഞ്ചിൻ്റെ ഇത് 16 ഉണ്ടാവും. ശരിക്കും വെച്ചാൽ ഈ ഇത്രയുള്ളൊരു പൊസിഷനാണ് ബെയറിംഗ് ഇല്ലാതിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇൻസൈഡിലുള്ള ബെയറിംഗ് എന്ന് വെച്ചാൽ 1 ഇഞ്ച് 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ബെയറിംഗ് ഉണ്ടാവും. ഈ സെൻറ്റർ പോർഷനിൽ ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7. ഇത് 14 ആയപ്പോൾ ഇത് 7 അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടാണ് ഇതിൻ്റെ ബെയറിംഗ് വരുന്നത്. ഇപ്പോൾ ഡ്രോയുടെ ശരിക്കും വെച്ചാൽ ഇത് ബാക്ക് പോർഷനാണ്. ഇത് ഡ്രോ സൈഡ് ബാക്ക് സൈഡ് വരും, ഇത് ഫ്രണ്ട് സൈഡ് വരും. അപ്പോൾ നമ്മൾ ഡ്രോ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൽ ഉള്ള പോർഷൻ എന്ന് വെച്ചാൽ 1, 2, 3 പോർഷൻ മെയിലുമേ, ഒരു പോർഷൻ ഫീമെയിലുമേ ഉണ്ടാവും. അപ്പോൾ ഇത് 3 സെറ്റും കൂടെ ഒറ്റ ഇത് മറ്റേതുമാണ്. ഇതാകെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്ക്രൂസുകൾ ഇവിടെയാണ്. ഇവിടെ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യുക, ഇവിടെ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യുക, ഇവിടെ സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യുക. സ്ക്രൂ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ സ്ക്രൂവിൻ്റെ ശരിക്കും ഈ സ്ലോട്ടിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന പോർഷനിലേക്ക് സ്ക്രൂ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കുക. ബാസ്ക്കറ്റിൻ്റെ ക്ലിപ്പാണെങ്കിൽ നമുക്കിതുമ്മ കൊള്ളിച്ച് വെക്കാൻ പറ്റും. അതെ, ഒന്നുകൂടെ കാട്ടിത്തരാം അത് റിലീസ് ചെയ്യണം. ഇതിപ്പോൾ മൊത്തം ഡ്രോ പുറത്തേക്ക് വലിച്ച് കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു പോർഷൻ കാണുകയുള്ളൂ. ഈ ഒരു പോർഷൻ നമുക്ക് ഈ ലോക്ക് പോർഷൻ ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം അടിയിലേക്കും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ പിടിച്ച് വലിക്കുക, ഇത് ഓപ്പണായി. ഇനിയിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം കറക്റ്റായിട്ട്. 2 പൊസിഷനും കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് തള്ള. അപ്പം ഇത് തള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2ഉം കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിലാണ് ഇടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. അതിട്ട് കഴിയുമ്പോഴാണ് ആ ടക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇതിലല്ലോ കയറി ലോക്കായി കഴിയുമ്പോഴാണ് ആ ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നത്. ലോക്കായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണ്ട.
വളരെ എളുപ്പത്തിലേ ക്ലോസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഐറ്റംസ് വെക്കണതിന് മുമ്പ് ഒന്നൊന്നര രണ്ട് പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പുള്ള ചെയ്തിട്ട് പുൾ ഔട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇത് ബാസ്ക്കറ്റ് ക്ലോസ് ആയി കിടക്കണം. നമ്മൾ ബാസ്ക്കറ്റ് നേരെ പുറത്തേക്ക് വലിച്ചതിന് ശേഷം ഇതിന് ഇത് ഫുള്ള് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പോർഷൻ്റെ അകത്ത് കണ്ട ഈ ഇതിൻ്റെ പോർഷൻ്റെ അകത്തൊരു ബ്ലാക്ക് വൈറ്റ് ഒരു PVC ഒരു ഇതുണ്ടാവും. അപ്പോൾ രണ്ട് സൈഡും അത് ലെഫ്റ്റ് സൈഡും ഉണ്ടാവും റൈറ്റ് സൈഡും ഉണ്ട്. നേരെ മുകളിലേക്ക് പൊക്കുക. അപ്പോൾ ഒരെണ്ണം മുകളിലേക്കും പൊക്കുക, ഒരെണ്ണം അടിയിലേക്കും ആയിരിക്കും. അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റിലീസാവും. ഉണ്ടോ? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലായിക്കോട്ടെ. ഉണ്ടത് ഇതിൻ്റെ ആ പോർഷൻ സ്പ്രിങ് ആക്ഷൻ വന്ന മുകളിലേക്കും ഇപ്പുറത്തെ സൈഡിൽ നെക്സ്റ്റ് സൈഡിൽ വന്ന സ്പ്രിങ് ആക്ഷൻ അടിയിലേക്കുമാണ്. അപ്പോൾ ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം അടിയിലേക്കും പിടിച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ഇപ്പം ഇതിൽ ഇരിക്കുന്ന പോർഷൻ കണ്ട ഇതിലുണ്ട വീലൊക്കെ ഇതുമാണ് ഇരിക്കുന്നത്. അത് ഫിക്സഡ് ഉള്ള പോർഷനിൽ നമുക്ക് കബോർഡിൻ്റെ ഔട്ടർ ഫ്രെയിം ഇരിക്കണമെങ്കിൽ രണ്ടാമത് വലിപ്പ് റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ സ്ലൈഡർ ഇതിൻ്റെ ബെയറിംഗ് ഉള്ള പോർഷൻ പുറത്തേക്ക് എടുക്കുക. അതിൻ്റെ ബെയറിങ് കറക്റ്റ് ഫ്രണ്ട് ലെവലിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് കറക്റ്റ് ഈ ഒരു പൊസിഷൻ ഇത് കണ്ടുതരാം. ഈ പൊസിഷൻ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതാണ് നമ്മളിപ്പോൾ റിലീസ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെ വരണം. എന്താ ഇത് ഫീമെയിൽ പോർഷനും ഇത് മെയിൽ പോർഷൻ്റെ ബെയറിങ് മൊത്തം ഇതിൻ്റെ ഫ്രണ്ട് ലെവലിലേക്ക് കൊണ്ടുവന്ന ശേഷം ഫ്രണ്ട് ലെവൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പൺ സൈസ് ഇവിടെ സ്റ്റോപ്പറാണിത്. ഇങ്ങോട്ട് പോയി ഇത് സ്റ്റോപ്പ് ചെയ്യണുണ്ട. അപ്പോൾ മെയിൽ പോർഷനിലേക്ക് ഇത് നമ്മൾ ലെവൽ ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഈ സ്ലോട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇത് സെറ്റായി. ഇനിയിപ്പോൾ ഇത് അഴിഞ്ഞു വരില്ല, ലോക്കായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാട്ടിത്തരാം. ഈ ഒരു പൊസിഷനിൽ കയറി അടുത്ത പൊസിഷനിൽ കയറി അത് ലോക്കായി ഇനിയിപ്പോൾ വരില്ല. അപ്പോൾ ആകെ ലോക്ക് വരണത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ ഒരു പോർഷൻ അപ്പും ചെയ്യണം, ഒരു പോർഷൻ ഡൗൺ ചെയ്യണം, അങ്ങനെ റിലീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ അന്ന് നിങ്ങളുടെ ബാസ്ക്കറ്റൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ കിച്ചണിലൊക്കെ നോർമലി അധികം യൂസ് ചെയ്യുന്നത് ലേഡീസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ബാസ്ക്കറ്റൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇത് അഴിക്കാൻ അറിയില്ല എന്നുള്ള പ്രോബ്ലംസ് ഒരുപാട് ആളുകൾ പറയാനാണ്. അപ്പം നമുക്ക് അപ്പം ഇത് തള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടും കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിലാണ് ഇടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. അപ്പം അതിട്ട് കഴിയുമ്പോഴാണ് ആ ടക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതിൽ കയറി ലോക്കായി കഴിയുമ്പോഴാണ് ആ ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നത്. ലോക്കായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണ്ട. വളരെ എളുപ്പത്തിലേ ക്ലോസ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഐറ്റംസ് വെക്കണതിന് മുമ്പ് ഒന്നൊന്നര പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പുൾ ഔട്ട് ചെയ്യുക. അപ്പം വളരെ സിമ്പിളായിട്ടിരിക്കും. അപ്പം നേരത്തെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇതുപോലത്തുള്ള ഡ്രോ ചാനലാണ് ഉപയോഗിച്ചിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രോ ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പം ഇതിൽ ഡ്രോയിലൊക്കെ വീഴണമെന്ന് വെച്ചാലുണ്ടോ വളരെ ഇതായിരുന്നുണ്ടോ ജസ്റ്റ് ഇത് വലിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോ നല്ല സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഡ്രോ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കണ അടുത്തരാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കണ്ട വളരെ സിമ്പിളായിട്ട്. ഇത് വലിച്ചതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിയിലേക്ക് താത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മെയിൽ പോർഷൻ ഫ്രെയിം ഇതുപോലെ തന്നെ ഔട്ടർ ഫ്രെയിമും ഈ ഫീമെയിൽ പോർഷൻ നമുക്ക് ഡ്രോ എന്താണ് വെച്ചേക്കണമെന്ന് വെച്ചാൽ അപ്പം ഇതിൽ ഡ്രോ സെറ്റ് ചെയ്യണ വെറുതെ സിമ്പിളായിട്ടുണ്ട്. ഇതാണ് നമുക്ക് നോർമൽ ഡ്രോ സെക്ഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇതേണ്ട ഇതിപ്പോൾ ഇതിൽ അഴിച്ചെടുക്കണമെങ്കിൽ ഇത് നമുക്ക് ഇതിടണമെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരും. ഇങ്ങനെ നേരെ ആണെങ്കിൽ ഈ സ്ലൈഡർ ഊരിപ്പോരില്ല. നമുക്കിങ്ങനെ പതുക്കെ ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഊരിപ്പോരും. അതാണ് ഈ സ്ലൈഡറിൻ്റെ ഡ്രോ സെക്ഷൻ്റെ ബുദ്ധിമുട്ട്. ഇതിന് പിന്നെ ആകെ ഇവിടെ ഒരു മെയിൽ പോർഷനും ഒരു ഫീമെയിൽ പോർഷനും മാത്രം വീലുള്ളൂ. അപ്പം ഇത് മുമ്പൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം നോർമലി ആരും ഉപയോഗിക്കാറില്ല.